കറുപ്പിന് എന്താണ് കുഴപ്പം? നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തന്റെ പ്രവർത്തനം കറുത്തതാണെന്ന് ഒരു വ്യക്തി അഭിപ്രായപ്പെട്ടു. തന്റെ ഭർത്താവിന്റെ പ്രവർത്തനം വെളുത്തതായിരുന്നുവെന്നും അതേ വ്യക്തി പറഞ്ഞു. കറുപ്പ് മനോഹരമാണെന്ന് താൻ കരുതുന്നുവെന്നും ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. നമുക്കൊപ്പം സജിത്ത്, ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ഇത്തരത്തിലൊരു അധിക്ഷേപം നേരിട്ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. സ്വാഭാവികമാണ് ആ പോസ്റ്റിനകത്ത് വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എങ്കിൽ പോലും അങ്ങനെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു ബ്യൂറോക്രാറ്റിനോട് പോലും അങ്ങനെ ഒരു പരാമർശം ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത് ഏത് തരത്തിൽ ചർച്ചയാകുന്നു ഈ വിഷയം ഇപ്പോൾ? അപർണ സൂചിപ്പിച്ചതുപോലെ വലിയ ചർച്ചകൾക്കാണ് ഇടവെക്കുന്നത്. ഒരു പുരോഗമന സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ചർച്ചകൾ അതൊരു ചീഫ് സെക്രട്ടറി, ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ അത് തന്റെ ആശങ്കകൾ, തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും വലിയ തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുന്നത്. ഇന്നലെ ശാരദാ മുരളീധരൻ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇതുവരെയുള്ള സാഹചര്യത്തിൽ സമൂഹത്തിന്റെ പല തരങ്ങളിലുള്ള ആളുകൾ പ്രതികരിച്ചു തുടങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പോലെയുള്ള പ്രമുഖരൊക്കെ ഈ വിഷയത്തിൽ അവർക്ക് പിന്തുണയുമായുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. എൻ്റെ അമ്മയും കറുപ്പ് നിറമായിരുന്നു എന്നതാണ് സതീശൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ സമാനമായ പലരും പ്രതികരിച്ചു തുടങ്ങിയെന്നാണ് സാഹചര്യം. അവർ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിൻ്റെ ഒരു ചീഫ് സെക്രട്ടറിക്കാണ് ഇത് പറയേണ്ടി വന്നത്. ഒരുപക്ഷെ അവർ അത് പറയേണ്ടി വന്നത് അവരുടെ ഉള്ളിലെ അത്ര തീവ്രമായൊരു വേദനയുടെ അടിസ്ഥാനത്തിലാണ്. ഇത്ര വലിയ ഒരു തൊഴിൽ മേഖലയിലെ സംസ്ഥാനത്തിൻ്റെ ബ്യൂറോക്രസിയുടെ ഏറ്റവും തലപ്പത്ത് പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി താൻ ഈ തൊഴിലിടത്ത് ഇത്തരമൊരു പരാമർശം നേരിട്ടു എന്ന് പറയുന്നത് തന്നെ അത് എത്ര കണ്ട് രൂക്ഷമായി നമ്മുടെ സമൂഹത്തിൽ ഇത് ഉണ്ട് എന്ന കാര്യമാണ്. അവർ സൂചിപ്പിച്ചതുപോലെ അവരോട് മുൻഗാമിയുടെ പ്രവർത്തനവുമായി താരതമ്യം ചെയ്ത് ഈ കറുപ്പ് നിറത്തെ പരാമർശിച്ചു എന്ന കാര്യമാണ്. ഇതിൽ അവർ സൂചിപ്പിക്കുന്നത് തൻ്റെ ചെറുപ്പകാലത്ത് താൻ നേരിട്ട അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒന്നുകൂടെ പോയി വെളുത്ത നിറവുമായി തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്നു തുടങ്ങിയ തൻ്റെ ചെറുപ്പകാലത്ത് നേരിട്ട അനുഭവങ്ങളൊക്കെ അവർ തുറന്നു പറയുന്നു. അതിനുശേഷം കഴിഞ്ഞ 7 മാസമായി സംസ്ഥാന ചീഫ് സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്ന വ്യക്തി തൻ്റെ തൊഴിലിടത്ത് ചീഫ് സെക്രട്ടറി പദത്തിലിരിക്കെ തന്നെ ഇത്തരമൊരു താരതമ്യമുണ്ടായി, നിറത്തിൻ്റെ പേരിലുള്ള താരതമ്യമുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ വിഷയത്തിൽ അതീവ ഗൗരവത്തോടെ ചർച്ചകൾ നടത്തേണ്ട സാഹചര്യമുള്ളത്. നമുക്കൊരു കാര്യത്തിൽ ശാരദാ മുരളീധരനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം അവരിത് പോസ്റ്റ് ചെയ്യാൻ തയ്യാറായി എന്ന കാര്യം ആദ്യഘട്ടത്തിൽ വിവാദം ഉണ്ടാക്കേണ്ടെന്ന് കരുതി അവർ പിൻവലിച്ചെങ്കിൽ കൂടിയും വീണ്ടും അവർ അത് പോസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. നമുക്ക് ഓർത്തെടുക്കാനാവുന്നത് ചീഫ് സെക്രട്ടറിയെ പോലെ ഇത്ര ഉയർന്ന പദത്തിലുള്ള ഒരാൾക്ക് തന്നെ ഇത്തരം അനുഭവം ഉണ്ടായെങ്കിൽ മറ്റ് തൊഴിൽ മേഖലകളിലും മറ്റിടങ്ങളിലും ഒക്കെ എത്ര കണ്ട് ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു എന്ന കാര്യമാണ്. എന്തായാലും ഇതൊരു പൊതു ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. ആ തരത്തിലാണ് പൊതു ഇടങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ. സജിത്ത്, ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറയുന്ന 2 വിഷയം. ഒന്ന്, 7 മാസമായി ചീഫ് സെക്രട്ടറിയായി ചുമതലയിൽ പ്രവേശിച്ചിട്ട് അന്ന് മുതൽ ഈ സമയം വരെ ഈ 7 മാസത്തോളം പലതരത്തിൽ ഇത്തരം പരാമർശങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നേരിട്ട് ഒരു പരാമർശം ഉണ്ടാകുന്നത് ഇപ്പോഴാണെങ്കിൽ ഇത്തരം താരതമ്യ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ബ്രാക്കറ്റിനകത്ത് പറയുന്നു അതൊരു സ്ത്രീ എന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു കമ്പാരിസണും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതായത് 2 തരത്തിലുള്ള താരതമ്യങ്ങളിലൂടെ ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി, അതും ഇതിനു മുൻപ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ വേണു വാസുദേവനും ശാരദാ മുരളീധരനും ഒരേ ബാച്ചിൽ പഠിച്ച ആൾക്കാരാണ്. അതായത് ഈ തത്തുല്യമായിട്ടുള്ള കഴിവും അർഹതയും ഉള്ളവരെ പോലും ഈ തരത്തിലാണ് താരതമ്യം ചെയ്യുന്നത്. നിറത്തിന്റെ ഇതിൽ മാത്രമല്ല, ജെൻഡർ വിഷയത്തിൽ പോലും എന്നുള്ളൊരു സൂചനകളൊക്കെ അതിനകത്തുണ്ട്. അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി അത് ഈ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണല്ലേ? തീർച്ചയായും അതെ. അതിൽ ഒരു കാര്യം വ്യക്തത വരേണ്ടത്, അവരോട് ഇത് സംസാരിച്ച നേതാവ് ആരാണ്, ആ പ്രമുഖൻ ആരാണ്, അതൊരു രാഷ്ട്രീയ നേതാവ് തന്നെയാണോ, അതാരാണ് എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് ശാരദാ മുരളീധരൻ തന്നെയാണ്. ഒരുപക്ഷെ അതിൽ അവർ വ്യക്തത വരുത്താൻ തയ്യാറാകുമോ എന്നത് സംശയപരമാണ്. എന്തായാലും ഈ പോസ്റ്റ് ഇട്ടതിനപ്പുറത്തേക്ക് ഇത് സംബന്ധിച്ച ഒരു പരസ്യ പ്രതികരണത്തിന് ശാരദാ മുരളീധരൻ തയ്യാറായിട്ടില്ല. നമ്മളും ശ്രമിക്കുന്നുണ്ട്, അവരുടെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചൊരു വ്യക്തത അവർ നടത്തുമോ എന്ന കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം അവർ സൂചിപ്പിച്ചതുപോലെ ഒരു ചീഫ് സെക്രട്ടറിയെ പോലെ അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ ഉയർന്ന തലപ്പത്തിലിരിക്കുന്ന ഒരു വ്യക്തി, അവർ നിരന്തരവും ഇടപെടേണ്ടത് നിരവധി വ്യക്തികളുമായിട്ടാണ്. അത് രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവാം, രാഷ്ട്രീയ നേതാക്കളുണ്ടാവാം, മന്ത്രിമാരുണ്ടാവാം,
അതല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. ഇങ്ങനെ നിരവധി ആളുകളുണ്ട്. അങ്ങനെ വന്നു പോകുന്നവരൊക്കെ നിറത്തിൻ്റെ പേരിൽ ഇവരെ മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ ഒരു പരാമർശം നടത്തുകയോ പോലും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ശാരദാ മുരളീധരൻ പറയുന്നത്. സ്വാഭാവികമായും ഇത് ഒരു ചീഫ് സെക്രട്ടറി അവരുടെ അനുഭവം തുറന്നു പറയുമ്പോൾ നമ്മളത് പരിഗണിക്കേണ്ടത് ശാരദാ മുരളീധരൻ്റെ അനുഭവത്തിനും അപ്പുറം നമ്മൾ ബ്യൂറോക്രസിയുടെ തലപ്പത്തോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലൊക്കെ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഈ തരത്തിലുള്ള മാറ്റി നിർത്തലുകൾ ഇപ്പോഴും ഇതിൻ്റെ പേരിൽ മാറ്റി നിർത്തലുകൾ നിറത്തിൻ്റെ പേരിലെങ്കിലും മാറ്റി നിർത്തലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യമാണ്. അതിനുമപ്പുറമാണ് ഈ ജെൻഡർ ഇഷ്യൂ അവർ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും മുൻകാലത്ത് ഒരു പുരുഷൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ഒരു വനിതാ ചീഫ് സെക്രട്ടറിയാണ്. രണ്ടുപേരുടെയും പ്രവർത്തനവും ഈ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകും. നമുക്കറിയാം, വ്യക്തികൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവാം. അത് സ്ത്രീയും പുരുഷനും എന്ന വ്യത്യാസത്തിനുമപ്പുറം അവർക്ക് പലതരത്തിലുള്ള പ്രവർത്തന ശൈലിയും പ്രവർത്തന രീതികളുമുള്ളവരുണ്ടാവാം. പക്ഷേ അവരെ ആ രീതിയിൽ താരതമ്യം ചെയ്യുന്നതിന് പകരം അവരുടെ ജെൻഡറിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രതികരണം നടത്തുന്ന ആ പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? അങ്ങനെ നടത്തുന്നവർ ഇപ്പോഴും സമൂഹത്തിലുണ്ടോ? അതല്ലെങ്കിൽ അതാരാകും എന്നുള്ളത് തുറന്നു പറയുമോ എന്നുള്ള ഒരു സംശയമുള്ള കാര്യം. ഇന്നലെ രാവിലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. സ്വാഭാവികമായിട്ടും ഒരു വാർത്തയിലേക്ക് കടക്കും എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ തന്നെ ചീഫ് സെക്രട്ടറി അത് പിൻവലിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വൈകുന്നേരം ആ പോസ്റ്റ് ഇട്ടത്. ഒരു രാഷ്ട്രീയക്കാരനാണ്, അത് കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യനാണ് എന്നതിനപ്പുറത്തേക്ക് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ആ സമയത്ത്. ഇനി ഒരു വലിയൊരു വിവാദത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ ഒരു സന്ദേശം സമൂഹത്തിൽ എത്തിക്കണം എന്നുകൂടിയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പേര് വെളിപ്പെടുത്താനുള്ള സാഹചര്യം കുറവായിരിക്കും. പക്ഷേ എങ്കിലും ചർച്ചകൾ കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ അത് ആ വ്യക്തിയിലേക്ക് തന്നെ ആ ചർച്ചകൾ എത്തുമല്ലോ എന്നുകൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പരാമർശിക്കുന്നത്. തീർച്ചയായും അത് തന്നെയായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഒരു തുടർ പ്രതികരണത്തിലേക്ക് താനില്ല, മറിച്ച് ഒരു സമൂഹത്തിൽ ചർച്ച നടക്കട്ടെ എന്നത് കൂടിയാവാം അവർ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിലെങ്കിലും അത്തരമൊരു പോസ്റ്റ് ഇടാൻ കാട്ടിയ ധൈര്യത്തെ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. സ്ത്രീ സമൂഹത്തിൻ്റെ വലിയൊരു പിന്തുണ അതിനൊപ്പമുണ്ട്, പൊതുസമൂഹത്തിൻ്റെ വലിയ പിന്തുണയുണ്ട്, രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പിന്തുണയുണ്ട്. കാരണം ഒരു ചീഫ് സെക്രട്ടറിയാണ് അത്തരമൊരു അധിക്ഷേപത്തിന് വിധേയമാവേണ്ടി വന്ന വ്യക്തി. ഈ ഒരു സംഭവവും തൻ്റെ ചെറുപ്പകാല അനുഭവങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ശാരദാ മുരളീധരൻ ഇത് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പക്ഷേ ഈ കറുപ്പ് നിറമാണ്, നിറം കറുത്തുപോയി എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളോ തൊഴിലിടങ്ങളിൽ പിന്നാടുപ്പം നിൽക്കുന്നോ ചെയ്യുന്നവർക്ക് ധൈര്യമായി തങ്ങളുടെ നിലപാടുകൾ, തങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒന്നുകൂടിയായി, പ്രചോദനം നൽകുന്ന ഒന്നുകൂടിയായി ശാരദാ മുരളീധരൻ്റെ ഈ തുറന്നു പറച്ചിൽ മാറുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ മറ്റ് രാഷ്ട്രീയ വിവാദങ്ങൾക്കും അപ്പുറം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നുകൂടിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും അതായത് നേരത്തെ സജിത്ത് പറഞ്ഞല്ലേ, പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്, സ്ത്രീ സംഘടനാ നേതാക്കളടക്കം ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രാത്രി മുതൽ തന്നെ. അങ്ങനെ കൂടുതൽ പിന്തുണ ഇതിനകത്ത് വരുന്നുണ്ട്. ആ തരത്തിലാണ് പ്രതികരണങ്ങളൊക്കെ അല്ലേ? അതെ, തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. എല്ലാവരും ശാരദാ മുരളീധരൻ കാട്ടിയ ധൈര്യം, അവർക്ക് ഏറ്റവും നല്ല പിന്തുണ നൽകുക, മാനസിക പിന്തുണ നൽകുക എന്നതാണ് പൊതുവിൽ എല്ലാവരും കാട്ടുന്ന ധൈര്യം. അവിടെയാണ് സൂചിപ്പിച്ചത്, ഈ ചീഫ് സെക്രട്ടറി പോലെ ഏറ്റവും ഉയർന്ന തലത്തിൽ മുഖ്യമന്ത്രിയുമായും ഒക്കെ ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ശാരദാ മുരളീധരൻ. അവരാണ് തൻ്റെ അനുഭവം പറയുന്നത്. അവർക്ക് മുന്നിലിരുന്ന് ഇത്തരമൊരു താരതമ്യം നടത്താൻ പോലും ധൈര്യപ്പെട്ട വ്യക്തി ആരാണ്? അല്ലെങ്കിൽ അത്തരം ഉയർന്ന ഇടത്ത് പോലും അത്തരം താരതമ്യങ്ങൾ ഉണ്ടാവുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ്. എന്തായാലും ഒരു വലിയ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാവേണ്ട വിഷയമാണ്. അത് സംബന്ധിച്ച ചർച്ചകളുമാണ് നടക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അനുഭവം നേരിട്ട് അത് തുറന്നു പറയാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ടാവാം. അവർക്കൊക്കെ ഇത് തുറന്നു പറയാനും ചർച്ച ചെയ്യാനുമുള്ള ഒരു അവസരം കൂടിയായി ഇത് മാറുകയാണ്. ഒരു പുരോഗമന സമൂഹത്തിൽ ഇത്തരം ചർച്ചകൾ ഇപ്പോഴും വേണ്ടിവരുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം നിറത്തിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തലുകൾ ഇപ്പോഴും നേരിടുന്നു എന്ന ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട്. അതൊരു ചീഫ് സെക്രട്ടറി തന്നെ തുറന്നു പറയുമ്പോൾ വലിയ പ്രാധാന്യത്തോടെ ഏറ്റെടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇതൊരു ചർച്ചയാക്കേണ്ട കാര്യമില്ല, വാർത്താ പ്രാധാന്യത്തിലേക്ക് കടക്കണ്ട എന്ന് കൂടിയാണ് ചീഫ് സെക്രട്ടറി ആദ്യം ഈ പോസ്റ്റ് ഇട്ട സമയത്ത് പ്രതികരിച്ചത്. പക്ഷേ ഈ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന് പലരായി പറഞ്ഞതിനെ മാനിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് വീണ്ടും ഇടുന്നത് എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങളും ഇതാരാണ് പറഞ്ഞത് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്താണ് ആ പോസ്റ്റിൽ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഈ തരത്തിലുള്ള ചർച്ചകൾ ഈ ഉയരുമ്പോൾ ഇപ്പോഴും കറുപ്പ് എന്ന നിറത്തിൻ്റെ പേരിലുള്ളൊരു ലേബലിംഗ് ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം അനഭിമതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിനകത്ത് വരികയാണ്. TG സജിത്ത് കൂടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ രാത്രി ആണ് ചീഫ് സെക്രട്ടറി
FB പോസ്റ്റ് ഇട്ടത്. ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് അവസാനിപ്പിച്ചത്. താൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്, തൻ്റെ മക്കൾ പോലും തൻ്റെ കറുത്ത പൈതൃകത്തിൽ സന്തോഷിക്കുന്നു എന്നായിരുന്നു ആ പോസ്റ്റിന്റെ അവസാനത്തെ പാരഗ്രാഫ് വരെ. ഞാൻ ധന്യരാമൻ, ആക്ടിവിസ്റ്റ് ധന്യരാമൻ നമുക്ക് പറഞ്ഞിരുന്നു. ധന്യ, ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് കേരളത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള ബ്യൂറോക്രാറ്റിനോട് ഇത്തരം കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ ആൾക്കാർക്ക് കഴിയുന്നുണ്ടെങ്കിൽ സാധാരണക്കാർ എന്ത് ചോദ്യമാണ് നേരിടുക എന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ട്. എങ്ങനെ കാണുന്നു ധന്യ ഇതിനെ? അതെപ്പോഴും അങ്ങനെയാണ്. നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിഭജിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. നമ്മളത് കേട്ടോണ്ടിരിക്കല്ലേ. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളപ്പോഴാണ് ഓരോരുത്തർ അനുഭവങ്ങളായിട്ട് എഴുതുന്നത്. അല്ലാതെ മനുഷ്യന്റെ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഒരാളെ അടയാളപ്പെടുത്തുന്നത് തന്നെ അവന്റെ നിറത്തിലൂടെ അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഈ നിറവും ജാതിയുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമൂഹം ഇപ്പോഴും മുമ്പോട്ടേക്ക് പോകുന്നത്. അതൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ നിറത്തെയൊക്കെ അവർ വലിയ കാര്യമായിട്ട് ഒരു വിഭാഗം ആൾക്കാർ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ശാരദാ മുരളീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ്. അവരെത്രയോ വലിയൊരു പദവിയിലിരിക്കുന്ന ആളാണ്. അവരുടെ പെരുമാറ്റം അങ്ങനെയാണ്. അവർ വളരെ നല്ല ഒരു മികച്ച ഓഫീസറാണ്. എനിക്ക് അവരെ അന്നും ഇന്നും തോന്നിയിട്ടുള്ളത്. അവർ പോയിട്ട് ഒരു അലിഗേഷനിലൊന്നും ചാടാത്ത നല്ലൊരു ഓഫീസറാണ്. പക്ഷെ ഒന്ന് നോക്കൂ, അവരെ പോലും ആൾക്കാര് നിറത്തിന്റെ പേരിൽ അടയാളപ്പെടുത്തുകയാണ്. അപ്പോ ഈ നാട്ടിലെ SC/ST വിഭാഗം ഞങ്ങളൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ പോലും അതിനകത്ത് പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുടെ വരെ കമന്റുകൾ കാണണം. ജാതിയുടെ പേരും നിറവും ആക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. പെട്ടെന്നൊന്നും നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഈ സാമൂഹ്യ വ്യവസ്ഥ ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ജാതിയുടെയും നിറത്തിന്റെയും സമ്പത്തിന്റെയും അധികാരത്തിന്റെ ഒക്കെ പേരിൽ അതിങ്ങനെ ഏറ്റവും മുന്നിട്ട് തന്നെ നിൽക്കും. അത് ഇപ്പൊ അതിന് സ്ഥാനമില്ല. അതിന് മാഡം ഒരു ചീഫ് സെക്രട്ടറിയാണ്. അവരിങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കും. അടയാളപ്പെടുത്തലുകൾ എപ്പോഴും നിറത്തിലൂടെയാണ്. നമുക്ക് ഈ സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാനായിട്ട് സമൂഹത്തിൽ വളരെ പാടാണ്. ഒരു ജനിതക രോഗമായിട്ട് ഇത് അങ്ങനെ പകർന്നു പോവുകയാണ്. നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾ എത്ര മനുഷ്യരാണ്. അതിനൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് സ്ത്രീ എന്ന തരത്തിലും, അത് ബ്രാക്കറ്റിലിട്ടിട്ടാണ് പറയുന്നത് ആ കാര്യം. അതായത് 7 മാസമായി ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിട്ട് അപ്പോഴും താരതമ്യപ്പെടുത്തുന്നത് തന്റെ ഭർത്താവുമായിട്ട്. ഇവരൊരു ബാച്ച്മേറ്റ് ആയിട്ടുള്ള 2 പേരെയാണ് ഈ താരതമ്യപ്പെടുത്തുന്നത്. അങ്ങനെ 2 തരത്തിൽ ഇത് കാണപ്പെടുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് കേരള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം. അതെ, സ്ത്രീ അധികാര പദവിയിൽ എത്തുന്നത് അവർ പഠിച്ചിട്ടാണ്, അവർക്ക് കഴിവുള്ളത് കൊണ്ടാണെന്നുള്ള അംഗീകരിക്കാനും ഒരു വിഭാഗം ആൾക്കാർക്ക് ഇപ്പോഴും മടിയാണ്. ഒരു ചീഫ് സെക്രട്ടറി പദവും രാജ്യത്തെ പ്രധാനമന്ത്രി പദവും രാഷ്ട്രപതി പദവും ഒക്കെ സ്ത്രീകൾ അലങ്കരിച്ചിട്ടുള്ള നാടാണ്. അവര് പദവി കൈവശം വെച്ച് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അത് നിറവേറ്റിയിട്ടുള്ള നാടാണ്. ഇപ്പോഴും അതിനെ അംഗീകരിക്കാനായിട്ട് മടിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു എന്റെ സുഹൃത്തുക്കള് ഇപ്പൊ പറയാറുണ്ട്, അവരുടെ ഭർത്താവ് രാഷ്ട്രീയത്തിലാണെങ്കിൽ അമൃതയും റഹീമും എന്ത് ചെയ്താലും അത് പാർട്ടിക്കാരുടെ ഭാഗമാണല്ലോ അമൃതയെ ആക്ഷേപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഭർത്താവിന് പവറോ അല്ലെങ്കിൽ അവരുടെ തൊഴിലിന്റെ അധികാരം ഉപയോഗിച്ചിട്ടാണ് ഭാര്യ നിൽക്കുന്നതെന്നൊക്കെ കണക്കാക്കുന്ന ഒരു വിഭാഗം ഇന്നും ഉണ്ടെന്നുള്ളതാണ്. ഇവരോടൊക്കെ എന്ത് പറയാനാണ്? ഒരു മനുഷ്യന്റെ കഴിവിനെ അംഗീകരിക്കാനായിട്ട് ഇവർക്ക് സൗകര്യമില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്കാർക്കും കഴിവില്ലാത്തോണ്ടല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും അതിന് ഒരു വിഭാഗം ആൾക്കാർ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അപ്പോ നല്ല ഒരു ആങ്കർ സംസാരിക്കുമ്പോൾ അവർ പറയും അതൊക്കെ അവർക്ക് ബിഹൈൻഡ് ദ സ്ക്രീൻ അവർക്ക് ചെവിയിൽ ഇത് വെച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ആങ്കറിന്റെ മാത്രം കഴിവല്ല, അല്ലെങ്കിൽ ഒരു ന്യൂസ് വായിക്കുന്ന അവതാരികയുടെ മാത്രം കഴിവല്ല എന്ന്. അത്രയും അവരുടെ ഭാഷയും അവരുടെ വായനാശേഷിയും അവർ പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ അറിവും ചരിത്രബോധമൊക്കെയാണ് ഒരു മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷൻ എടുത്താലും നമുക്ക് ആ രീതിയിൽ നമുക്ക് അതിനകത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ അത്രയും നോളജ് ഉള്ളവരായിരിക്കുമല്ലോ, അറിവുള്ളവരായിരിക്കും, അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരുമായിരിക്കും. അല്ലാത്തവരൊന്നും ഈ പൊസിഷനിൽ വന്ന് ഇരിക്കത്തില്ലല്ലോ. അപ്പൊ അതിനെ പോലും കഴിവിനെ അംഗീകരിക്കാൻ മടിയാണ്. സ്ത്രീകളെ അംഗീകരിക്കാൻ മടിയെന്ന് പറഞ്ഞാൽ കഴിവിനെ അംഗീകരിക്കാൻ മടിയാണ്. അത് തന്നെയാണ് അവരെ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്ഷേപിപ്പിക്കുന്നത്. ധന്യ, ഇതാരാണ് പറഞ്ഞത് എന്ന് പുറത്ത് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എന്തായാലും ചീഫ് സെക്രട്ടറി ഭാഗത്ത് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് വ്യക്തിപരമായിട്ട് വിഷമിപ്പിച്ച ഒരു കാര്യമാണ് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അതൊക്കെ ആ വശത്തേക്ക് തന്നെ ചെല്ലും. ഇങ്ങനെ ഉള്ളിൽ തന്നെ വിചാരിക്കുന്ന പലരും ഉണ്ടാകുമല്ലോ, അവർക്കൊക്കെ ഇത്തരം ചർച്ചകൾ നടക്കുന്നത് ആ കൃത്യമായ ഫലം ചെയ്യും. അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ട് ഇതിനകത്തുണ്ടല്ലേ?
ഉണ്ട്. അവര് പ്രതികരിച്ചല്ലോ. അവര് പ്രതികരിച്ചത് തന്നെ വളരെ നല്ല കാര്യമാണ്. ചിലപ്പോൾ അവര് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അപമാനിക്കേണ്ട. കാരണം ഇപ്പൊ ഒരു ചീഫ് സെക്രട്ടറി ഇങ്ങനെ അവരുടെ വിഷമം ഇങ്ങനെ പോസ്റ്റ് ആയിട്ടുണ്ട്, ഉറപ്പായിട്ട് അവരെ പിന്തുണയ്ക്കാൻ ഇവിടെ ഈ നാട്ടിലൊരു വിഭാഗം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നിറത്തിന്റെ ഒക്കെ പേരിൽ, ജാതിയുടെ ഒക്കെ പേരിൽ നന്നായിട്ട് പ്രതികരിക്കുന്ന മനുഷ്യരുണ്ട്. അതാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. പക്ഷെ എന്തോ മാഡം അത് ചെയ്തില്ല എന്നുള്ളതാണ്. അത് അവർക്ക് കൂടുതൽ അവരിത് തിരിച്ചറിയട്ടെ. അവരിത് എന്തായാലും മനസ്സിലാക്കും. മാഡത്തിന്റെ പോസ്റ്റ് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ ആരാണത് പറഞ്ഞതെന്നുള്ളത്. എന്തായാലും ഇതൊരു കുറച്ചൊരു ഇങ്ങനെയാണ് സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും വേറൊരാൾ ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും തിരുത്താൻ സാധിക്കുമെങ്കിൽ അത് തിരുത്തട്ടെ. അല്ലെങ്കിൽ അവരിത് അടുത്ത തലമുറയ്ക്ക് ഇതേപോലെ അവർ കൈമാറേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും ഈ പോസ്റ്റ്, ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാരും വനിതാ സംഘടനാ പ്രതിനിധികളുമെല്ലാം ഈ പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതേ